ഓക്കെ. അതിനുശേഷം ഈ ഒരു മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ എന്താ ഈ പറയുന്ന സീരിയൽ ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങളും വെല്ലുവിളികളും ഒക്കെ ചുറ്റുമുള്ളവരിൽ നിന്ന്, കാരണം BSc നഴ്സിംഗ് എന്ന് പറയുന്ന അത്രയും നല്ലൊരു ജോലിയാണ്, അത് ദുബായിൽ അത്രയും നല്ല സാലറീഡ് ആയിട്ടുള്ള ഒരു ജോലിയിൽ നിന്ന് ഈ ഒരു സീരിയൽ ഫീൽഡിലേക്ക് അത് മൊത്തത്തിൽ മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നപ്പം എവിടുന്നെങ്കിലും ഒക്കെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഫാമിലിയിൽ നിന്നോ സ്വന്തക്കാരിൽ നിന്നോ? പേരൻസ് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ എനിക്ക് ആക്ച്വലി അഭിനയിക്കാൻ അറിയില്ലല്ലോ ആദ്യ സമയത്ത്. അപ്പൊ ക്യാമറ എങ്ങനെ നോക്കണം, എന്ത് ചെയ്യണം, ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു ഫൈൻ ഡിറ്റർജന്റ് എന്ന് പറയുന്ന ഒരു ആഡാണ്. ഞാൻ ആദ്യമായിട്ട് അവിടെ പോയി നിന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു, കുഴപ്പമില്ലാത്ത പേയ്മെന്റ് കിട്ടി. ആ സമയത്ത് ഞാൻ ലേക്ക് ഷോറിൽ ജോലി ചെയ്യുക. പക്ഷെ ലേക്ക് ഷോറിൽ ആ സമയത്ത് നഴ്സസിന് ഭയങ്കര സാലറി കുറവാണ്. ദുബൈയിൽ നിന്ന് വന്നിട്ട് ഞാൻ BSc എടുത്തിട്ട് എനിക്ക് എക്സ്പീരിയൻസിന് വേണ്ടി കയറിയതാ. അപ്പോൾ ഞാൻ ഓർത്തു, ആഡ്സിൽ ഒരു ദിവസം ഇത്രയും കിട്ടുന്നു, ഒരു മാസം നഴ്സിങ്ങിന് അവിടെ നിന്നാല് എനിക്ക് വളരെ തുച്ഛമായ ശമ്പളം ഉള്ളായിരുന്നു. അപ്പം പിന്നെ ഇത് കുഴപ്പമില്ല, പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഫീൽഡുമാണ്. അങ്ങനെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഇഷ്ടമുള്ള ജോലി ചെയ്യുമ്പോൾ പക്ഷെ ഞാനില്ലേ, ആരെങ്കിലും നാളെ ഒരു ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഓക്കെ ഞാൻ വരാമെന്ന് പറയും. പക്ഷെ ഞാൻ വൈകിട്ടാകുമ്പോൾ പിന്നെ ഫോൺ എടുക്കില്ല, പേടിച്ചിട്ട്. അതെന്താ? എനിക്ക് പേടിയാ പോയി അഭിനയിക്കാൻ വേണ്ടിട്ട്. ഞാൻ അങ്ങനെ കുറേ ജലജ എന്ന വില്ലത്തിയാണ് ഈ ഇരിക്കുന്നത്. ഇത്രയും പേടിയോ? ആ പേടിയായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഞാൻ എൻ്റെ അടുത്ത് എന്നെ പണ്ടറിയാവുന്നവരില്ലേ, ഞാൻ ആദ്യ സമയത്ത് കുറച്ച് സിനിമയൊക്കെ ചെയ്തിരുന്നു. ഒരു 8 മൂവി ചെയ്തായിരുന്നു. പിന്നെ ഒരു തമിഴ് മൂവിയിലെ ഹീറോയിനായിട്ട് ചെയ്തായിരുന്നു. എല്ലാം റിലീസായോ? എല്ലാം റിലീസായി. എല്ലാം നല്ല ക്യാരക്ടർ റോൾസ് ഒക്കെ ആയിരുന്നു. ഓക്കെ. അപ്പൊ ഇപ്പൊ എല്ലാവരുടെ വലിയ ആഗ്രഹമാണ് ബിഗ് ബോസിൽ കയറണമെന്ന്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? അങ്ങനെ ആക്ച്വലി കഴിഞ്ഞ സീസണിൽ എന്നെ വിളിച്ചായിരുന്നു. ഞാൻ ഇന്റർവ്യൂ എല്ലാം കംപ്ലീറ്റ് ആക്കി, പാസ്സായി, എല്ലാം റെഡിയാക്കി, 100 ദിവസത്തെ കോസ്റ്റ്യൂം റെഡിയാക്കി. അതിലൊക്കെ എനിക്ക് ഭയങ്കര പാഷനായിരുന്നു. അപ്പോൾ ഇന്ന ദിവസം എന്തൊക്കെ ഇടണോ അങ്ങനെ അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്തെല്ലാം ഊഹിക്കാലോ. പിറ്റേ ദിവസം എന്തിടണോന്ന് തലേ ദിവസം ചിന്തിച്ച് 100 ദിവസത്തെ കാര്യം എന്തായിരിക്കും എന്ന് ചിന്തിക്കാലോ. എല്ലാം റെഡിയാക്കി ഇരിക്കുമ്പോൾ അവര് വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ നമ്മൾ ചിലപ്പോൾ 2-3 പേരെ കട്ട് ചെയ്യും. കാരണം അത്രയും കണ്ടസ്റ്റന്റ്, നമ്മൾ 23 ആൾക്കാരെയാണ് തീരുമാനിച്ചിരുന്നത്. അപ്പൊ 20 പേരെ വിടുന്നുള്ളൂ. അപ്പൊ അതിലൊന്ന് സ്മിതയായി പോയി. അപ്പൊ നമുക്ക് നോക്കാം, ഒരാഴ്ചയും കൂടെ വെയിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഞാനപ്പോ ഇങ്ങനെ പ്രതീക്ഷയോടൊക്കെ ഇരുന്നു. പക്ഷെ ലാസ്റ്റ് നിമിഷം പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു, ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. പിന്നെ അങ്ങ് അഡ്ജസ്റ്റ്. എനിക്ക് തോന്നുന്നു ആ വില്ലത്തിന്ന് മാറി ജീവിതത്തിലേക്ക് വരുമ്പോ ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഭയങ്കര സെൻസിറ്റീവ്. ഭയങ്കര സെൻസിറ്റീവ് അല്ല, ചില കാര്യത്തിൽ ഞാൻ ഭയങ്കര സെൻസിറ്റീവ്. ഇമോഷണൽ ആണോ? ഹെൽത്തിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര സെൻസിറ്റീവാ. പിന്നെ ചില സ്ഥലങ്ങളിൽ അങ്ങനത്തെ ഒക്കെ ഞാൻ കുറച്ച് ഫോബിയാസ് ഒക്കെ ഉണ്ട് എനിക്ക്. എന്ത് ഫോബിയാണ്? പറഞ്ഞാ നാണക്കേടാവോ? ലിഫ്റ്റ് കയറുന്ന പേടിയാ. എന്താ? ലിഫ്റ്റിൽ കയറുന്ന പേടിയാ ഇപ്പോഴും. ലിഫ്റ്റ് മീൻസ് വലിയ നല്ല ഹോട്ടൽസിൽ നല്ല ട്രാൻസ്പെറന്റ്, എന്താ പറയാ, ഗ്ലാസ് ഉള്ള ലിഫ്റ്റ് എനിക്ക് കുഴപ്പമില്ല. ഗ്ലാസ് ഇല്ലാത്ത ലിഫ്റ്റ് പേടിയാ, ഞാൻ കേറൂല. ഞാനിപ്പോ 21ാമത്തെ ഫ്ലോർ ആണല്ലോ, ഞാൻ നടന്നു പോകും. എല്ലാരും എന്നെ കളിയാക്കും. അയ്യോ, അതന്നെ അങ്ങനെ. എനിക്കിങ്ങനെ ക്ലോസ്ട്രോഫോബിയ എന്നാന്ന് തോന്നുന്നു അതിന് പറയുന്നത്. അടച്ചിട്ട സ്ഥലങ്ങൾ എനിക്ക് പേടിയാ. പിന്നെ ഈ ഹൈറ്റ് പേടിയാ. ഹൈറ്റ് പേടിയാ പറയുന്നതൊക്കെ നല്ല ഹൈറ്റ് ഉണ്ടല്ലോ. അങ്ങനത്തെ ഹൈറ്റ് അല്ല, ഇപ്പൊ നമ്മള് റൈഡ്സ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ. ഇപ്പൊ ഫ്ലൈറ്റ് ആണെങ്കിലും ഹൈറ്റിലല്ലേ പോന്നെ. ഞാൻ ഫ്ലൈറ്റില് എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്. എനിക്ക് ട്രാവൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഫ്ലൈറ്റ് കയറിയ ഉടനെ ഇറങ്ങുന്ന പിന്നെ ആരോടും മിണ്ടൂല, ഞാൻ സംസാരിക്കേയില്ല, വെള്ളം പോലും കുടിക്കില്ല, ഇങ്ങനെ അനങ്ങാണ്ടിരിക്കും. കുറച്ചു മുമ്പ് മലയാളികൾ അടുത്തിരിക്കുന്നവരോട് മൊത്തം സംസാരിക്കണം എന്ന് പറഞ്ഞ ടീമാണ് ഫ്ലൈറ്റ് കയറി ഞാൻ ആരോടും മിണ്ടത്തില്ല. ഫ്ലൈറ്റിൽ ഞാൻ മിണ്ടൂല, പക്ഷെ ഞാൻ എല്ലാരും ബസ്സിൽ ഞാൻ മിണ്ടും. എല്ലാരെയും ഞാൻ നോക്കും. ആർക്കും കുഴപ്പമൊന്നുമില്ല, എല്ലാരും എൻജോയ് ചെയ്തിരിക്കുന്നു, സന്തോഷമൊക്കെ ആണെങ്കിൽ ഞാൻ പതുക്കെ പതുക്കെ ഒന്ന് സെറ്റ് ആകും. പക്ഷെ ഞാൻ ഫുഡ് കഴിക്കൂല, വെള്ളം പോലും ഞാൻ ഇറക്കൂല, ഞാൻ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ലാസ്റ്റ് ഇറങ്ങാറൊക്കെ ആകുന്ന ടൈം ആകുമ്പോൾ താഴെ ഭൂമി കാണുന്നുണ്ടെന്ന് മനസ്സിലായ ഞാൻ വെള്ളം കുടിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാ. ഓക്കെ. അത് എന്താണ് അങ്ങനെ ഒരു, എനിക്ക് കാലും കൈയെല്ലാം വിറയ്ക്കാൻ തുടങ്ങും. ഓക്കെ, യെസ്. അപ്പോൾ ഇനി നമ്മുടെ ഫാമിലിയിലേക്ക് വരികയാണ്. ഇങ്ങനെ ഇത്രയും നല്ലൊരു ഫെയിമിൽ എത്തി നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? ഫാമിലി, ഞാൻ ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. അതെ, ഹസ്ബൻഡ് മുസ്ലിമാണ്. അപ്പൊ മുസ്ലിം, പ്രത്യേകിച്ച് കണ്ണൂരാണ് അവര്. അപ്പൊ നല്ല
അതെ, ഈ ഫീൽഡുമായിട്ട് യാതൊരു താല്പര്യമില്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ്. അപ്പൊ എനിക്കൊരു ഇപ്പം ആദ്യം സപ്പോർട്ട് ആയിരുന്നില്ല. ഹസ്ബൻഡ് എന്താണ് ചെയ്യുന്നത്? പുള്ളി ബിസിനസ്സാണ്. ബിസിനസ്. ആദ്യം ആക്ച്വലി സത്യം പറഞ്ഞ സപ്പോർട്ടായിരുന്നില്ല. പക്ഷെ എനിക്കിപ്പോ ഒരു വിഷമം വന്നു, എൻ്റെ മുഖം വാടി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വിഷമമാണ്. അപ്പൊ ഓക്കെ, അങ്ങനെ വാടാൻ സമ്മതിക്കുകയില്ല. ഇല്ല, എന്നെ സിമി എന്നാ വിളിക്കുന്നത്. അപ്പോ സിമി എന്താ നിന്റെ ഇഷ്ടം, നീ പോയിക്കോന്ന് പറയും. അപ്പൊ അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ പറഞ്ഞില്ലേ, കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് 5-6 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആദ്യ കല്യാണത്തിന് മുന്നാണ് ആ മൂവീസ് ഒക്കെ ചെയ്തത്. കോവിഡിന്റെ ടൈമിൽ എനിക്ക് ലവ് മാരേജ് ആയിരുന്നു. അതെ അതെ അതെ. കോവിഡിന്റെ ടൈമിൽ എനിക്ക് ഭയങ്കര ഡിപ്രഷൻ വന്നു. എന്തായിരുന്നു ആ ഡിപ്രഷൻ? എന്തായിരുന്നു കാരണം? ഞാൻ പറഞ്ഞില്ലേ, ഹെൽത്തിന്റെ കാര്യത്തിൽ. ഇപ്പൊ എനിക്കൊരു പനി വരുവാ, ഞാൻ വേഗം പോയിട്ട് കട്ടിലെ കിടക്കും. എനിക്ക് പേടിയാ. ഞാൻ ആ പനി എന്തുകൊണ്ട് വന്നു, ഇത് വലിയ വേറെന്തോ രോഗമാണ്, ഇതെല്ലാം ചിന്തിച്ചു കൂട്ടുന്ന ഒരവസ്ഥയുണ്ട് എനിക്ക് ആക്ച്വലി. അതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആണ്. പക്ഷെ എനിക്കത് മാറ്റാൻ ഞാൻ കുറേ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബ്രെത്ത്ലെസ്നെസ് വരും. കോവിഡിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് അതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ന്യൂസ് കാണുമ്പോൾ ഈ സാധനം തന്നെ എന്നും കേട്ട് ഞാൻ സ്വന്തമായി ചിന്തിക്കുകയാണ്, എനിക്ക് ശ്വാസം മുട്ടുന്നു. അപ്പൊ ഞാൻ ഷെക്കിനോട് പറയുമ്പോൾ നമുക്ക് നടക്കാൻ പോവാം, എനിക്ക് ശ്വാസം മുട്ടും, എന്നെ കൊണ്ട് നടക്കാൻ പോവും. അങ്ങനെ ഇരിക്കുമ്പോൾ ഷെക്കി പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള എന്താണ് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെയാണ് പതുക്കെ പതുക്കെ നമ്മൾ ആർട്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ സീരിയൽ കിട്ടി. അങ്ങനെ അപ്പോൾ ഈ സീരിയൽ ഫീൽഡ്, മോഡൽ ഇൻഡസ്ട്രി പൊതുവെ എല്ലാവരും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാധനമാണ് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഒരു അപ്രോച്ച് ആരുടെയെങ്കിലും എടുത്ത് നേരിടാനുണ്ടോ? സീരിയലില്ല, ഞാൻ സ്പെസിഫൈ ചെയ്ത് ചോദിക്കുന്നില്ല. എനിക്ക് പൊതുവെ കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആദ്യ സമയത്ത് വരുമ്പോൾ ഞാൻ 2012 ഈ ഫീൽഡിൽ വന്നേ. ആ സമയം ഒരു 2015 വരെ ഈ ഫീൽഡിലുണ്ടായിരുന്നു. ഇഷ്ടം പോലെ. വിവാഹശേഷമായിരുന്നു ഈ ഫീൽഡിലേക്ക് ആദ്യമായിട്ട് എൻട്രി ചെയ്യുന്നത്? അല്ല, കല്യാണം മുമ്പാണ്. അപ്പോഴായിരുന്നു കൂടുതൽ. അപ്പൊ ആരായിരുന്നു ഈ എന്താ പറയുന്നത്, ഇപ്പം കുറച്ച് നടിമാരുടെ ഒക്കെ പപ്പമാര് കൂടെ വരും അല്ലെങ്കിൽ അമ്മമാര് കൂടെ വരും, ആരായിരുന്നു? എന്റെ ആദ്യം അമ്മ വന്നു, കുറച്ച് കഴിഞ്ഞപ്പോ പപ്പ വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, അവിടെ അവര് പത്തനംതിട്ടയിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ആദ്യം അമ്മയാ വന്നോണ്ടിരുന്നത്, അതിനുശേഷം പപ്പ വരും. അതായത് സ്വന്തം ഫാമിലിയിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. അതെ അതെ അതെ. മക്കളുണ്ടോ? എനിക്കൊരു മോനുണ്ട്, അബ്രാർ ഇരുമ്പൻ. ഇപ്പം തേർഡ് ഗ്രേഡ്. അടിപൊളി പേരൊക്കെയാണ് കേട്ടോ, അബ്രാർ ഇരുമ്പൻ. എന്താണ് ആ പേരിന്റെ മീനിങ്? ഷാരൂഖ് ഖാന്റെ മോന്റെ പേര് അബ്രാം എന്നാണ്. അപ്പൊ ഞാൻ അതിന്റെ ലാസ്റ്റ് എം എടുത്ത് മാറ്റിയിട്ട് ആറാക്കി. നാളെ എങ്ങാനും ഷാരൂഖ് ഖാന്റെ നായികയോ ആരെങ്കിലും കേട്ട് ഹോളിവുഡിൽ കയറിയാൽ അല്ലേ, ഒരു സ്നേഹം ഇരുന്നോട്ടെ. ഓക്കെ, മോൻ എങ്ങനെയാണ്? അമ്മയുടെ ഈ ഒരു ടൈറ്റ് ഷെഡ്യൂളില് ഫാമിലി കാര്യങ്ങളൊക്കെ നോക്കാൻ സമയം കിട്ടലുണ്ടോ? ഇല്ല, ഭയങ്കര കുറവാണ്. എന്റെ പേരൻസ് എൻ്റെ കൂടാണ്. അപ്പൊ അവര് നോക്കും, ഹസ്ബൻഡ് നോക്കും. മോൻ ആക്ച്വലി ഓക്കെ ആണ്. അറിഞ്ഞെല്ലാം ചെയ്യാറുണ്ടോ? ഇടയ്ക്കൊക്കെ എൻ്റെ കൂടെ വരും, ലൊക്കേഷനിൽ വരും. ഈ പ്രാവശ്യം വെക്കേഷൻ ഭയങ്കര ഫണ്ണിയാണ്. ഭയങ്കര ഒരു മിനിറ്റ് പോലും അടങ്ങിയിരിക്കും. ലൈക്ക് ഭയങ്കര സംസാരമാണ്.